കോട്ടയം നഴ്സിംഗ് കോളേജിൽ മറ്റു 4 വിദ്യാർത്ഥികൾ കൂടി റാഗിങ്ങിന് ഇരയായതായി വിവരം പുറത്തുവന്നു. നേരത്തെ പരാതി നൽകിയ ഇടുക്കി സ്വദേശി ലിബിൻ കൊടുത്ത മൊഴിയിലാണ് 4 പേര് കൂടി ഉപദ്രവിക്കപ്പെട്ടെന്ന വിവരം പുറത്തായത്. ഇവർ പരാതി നൽകിയിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാശകലം സേവ് ചെയ്തെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ മാസം 10 രാത്രി 11 ശേഷമായിരുന്നു പീഡനം. ലിബിൻ നൽകിയ പരാതിയിൽ അറസ്റ്റിലായ KP രാഹുൽ രാജ്, സാമുവൽ ജോൺസൺ, റിജിൻജിത്ത്, വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിനും നേതൃത്വം നൽകിയത്. സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്ത്, ദിലീപ്, ആദർശ്, അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല. അതേസമയം ലിബിനെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു. ഈ ദൃശ്യങ്ങളാണ് കേസിൽ വൈത്തിരിവായി പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവിളിൽ അടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് 13-ാം നമ്പർ മുറിയിൽ വച്ചാണ് ശരീരമാശകലം സേവ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ കേസെടുത്തു. 10 ദിവസത്തിനകം റിപ്പോർട്ടുകൾ നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ കമ്മീഷൻ നിർദ്ദേശം നൽകി. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയ നിർദ്ദേശം. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലും വിശദീകരണം സമർപ്പിക്കണം. കോട്ടയത്ത് നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഇവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, പിന്നെ ടീച്ചറുണ്ട്, പ്രിൻസിപ്പാളുണ്ട്, വാർഡനുണ്ട്. അപ്പം ഇവർക്കൊന്നും നക്കാട്ടില്ല, ഇവർക്കൊന്നും അതിൻ്റെ എതിരില്ലേ? നമ്മൾ ചോദിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ കുട്ടിയെ നമുക്ക് റിപ്ലൈ പോലും തരാതെ അവർ അത്രയ്ക്ക് ഭീഷണിയും അത്രയ്ക്ക് തല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ആരോട് പറയും? ഇത് ആരോട് പറയും? ഇപ്പോൾ ഒരു കുട്ടി 4 മാസമായി നമ്മൾ എന്നും വൈകിട്ട് വിളിക്കുന്നു, അവൻ എവറിത്തിങ് ഓക്കെ എന്ന് പറയുന്നു. പിന്നെ ഇത് സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴത്തെ പറഞ്ഞു, പപ്പ ഇന്ന പോലെ സംഭവം, പക്ഷേ നമുക്ക് അത് അവർ എന്നെ തല്ലുകയും പിടിക്കുകയും ചെയ്തു, എല്ലാ മാസവും പിരിവെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റിയ അല്ലാത്ത സ്ഥിതിയാണ് പറയുന്നത്. മേഖലയിൽ അന്നന്ന് കഷ്ടപ്പാട് അനുഭവിച്ച ഒരു സീറ്റും കിട്ടി ഇടുക്കി ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് പരിചയം വിടുന്നത്. ഇത് നമുക്കിങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ചങ്ക് പൊട്ടുവും. അല്ല, എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച്? കുട്ടികളുണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവന് പേടിയാണ്. ഇപ്പോൾ ഒരു ചല്ലുകാരെ വിളിക്കുമ്പോൾ തന്നെ അവന് പേടിയുണ്ടാവും, നാളെ അവന് എന്തെങ്കിലും പറ്റാം, നാളെ ഇവർ തന്നെ നീ നോക്കി കൊടുത്തു, അല്ലെ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ ഫോട്ടോ കൊണ്ട് എന്നെയും ഭീഷണിയാകാം. ഇത്തരം ഇവര് തല്ലുന്നവർ നാളെ ഇതുപോലെ തിരിഞ്ഞടിക്കുകയും ചെയ്യാം. എന്ത് സംശയത്തിന് എന്നാ മാർക്ക് ഇത് ഇവർ നാളെ ചെയ്യാലോ? ഇത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പം പേടി, നാളെ വേറെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞിട്ട് ഭീഷണിയാവുണ്ടാകും. വീട്ടിലും പറഞ്ഞില്ല, ടീച്ചറോടും പറഞ്ഞില്ല, പ്രിൻസിപ്പാളോടും പറഞ്ഞില്ല. പിന്നെ സഹിച്ചിട്ട് ഇവർ 3 പേരും പിന്നെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞ് ഇന്നപോലെ അവർക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടും പിന്നെ അവർ മനസ്സുകൊണ്ടും വേദന കൊണ്ടും ശരീരവേദന കൊണ്ടും പിന്നെ അവരെ കൊണ്ട് പിന്നെ പിടിച്ച് നിൽക്കാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് അവർ പുറത്ത് പറഞ്ഞത്. വന്ന് പ്രിൻസിപ്പാളോട് ചോദിക്കുകയും ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ ഈ സംഭവം നമുക്ക്, ഞാൻ ഇന്നലെ വന്നപ്പോൾ ചലനകാരോട് മറുപടി പറഞ്ഞ് ഇന്നപ്പോൾ സമയം പോയി. ഇന്ന് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ പ്രിൻസിപ്പാളുടെയും അവിടുത്തെ വാർഡിൻ്റെയും അവിടുത്തെ വാച്ച്മാൻ്റെയും ക്ലാസ് ടീച്ചറും അവർ മറുപടി എന്തെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേസ് പോയിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് ആരായാലും നിയമം ഒരുപോലെയുള്ള ശിക്ഷ അവർക്ക് 100% കൊടുത്തേ പറ്റൂ.